ജനവിധി തേടാൻ ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. എന്നോടൊപ്പമുള്ളത് കളമശ്ശേരി നഗരസഭ 38-ാം വാർഡിലെ അഡ്വക്കേറ്റ് ഷമീർ അലിയാണ്. ഈ പ്രചരണങ്ങളൊക്കെ എവിടം വരെയായി? പ്രചരണം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര റൗണ്ട് ഓരോ വീടുകളിൽ കയറി? ഒരു 3-4 റൗണ്ടുകൾ പല വീടുകളിലും സന്ദർശിച്ചു കഴിഞ്ഞു. ഏകദേശം എല്ലാ വോട്ടർമാരെയും ഇതിനകം മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ഒരിക്കൽ കൂടി 1-2 വട്ടം കൂടി കണ്ടുകൊണ്ട് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന ദിവസം എല്ലാ വിധത്തിലും നമുക്ക് പൂർണ്ണമായ വിജയം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 30 വർഷമായി ഇപ്പോൾ ഇവിടെ UDF ഭരണത്തിലുള്ളത്. അപ്പോൾ അവർ ചെയ്തതിൽ എന്തെങ്കിലും കുറവുകൾ നിങ്ങൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം കേൾക്കാറുണ്ട്? ജനങ്ങൾ ഏറ്റവും ഭയാശങ്കയോടെയാണ് കഴിയുന്നതാണ് അവരുടെ അഭിപ്രായം. കാരണം തെരുവ് നായകളാണ് ഏറ്റവും വലിയ വിഷയം. തെരുവ് നായകൾ പ്രധാനമായും അതിൻ്റെ കാരണം റോട്ടിൽ പല സ്ഥലങ്ങളിലും കിടക്കുന്ന മാലിന്യമാണ്. മാലിന്യ കൂമ്പാരവും അതിൻ്റെ നാറ്റവും കൊണ്ട് കളമശ്ശേരിയിലെ പല വഴികളിലൂടെ നമുക്ക് നടക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഈ തൊട്ടടുത്തുള്ള ഏലൂരോ കൊച്ചിൻ കോർപ്പറേഷൻ നോക്കുമ്പോൾ ഈ ദുർഗതി അവിടെയില്ല. അവിടുത്തെ മാലിന്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു. ഇവിടെ ജനങ്ങളിൽ നിന്ന് പണം വാങ്ങില്ല എന്നുള്ള പ്രകടന പത്രിക കൊണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വന്ന UDF അതിന് 10-15 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവിടെ പണം വാങ്ങുന്നതല്ലാതെ കൃത്യമായ രീതിയിൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് യാതൊരുവിധ പദ്ധതിയും തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയേറെ വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റിക്ക് പ്രാദേശികമായി അല്ലെങ്കിൽ തദ്ദേശമായി ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമാണ് മാലിന്യ സംസ്കരണം. അതിലേക്ക് ഇതുവരെ ഇറങ്ങിത്തിരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇവർക്കുള്ളിലുള്ള പടലപ്പിണക്കങ്ങളും മറ്റും കാരണം അത് കൂട്ടായിരുന്ന് ചർച്ച ചെയ്ത് കളമശ്ശേരിക്ക് ആകമാനം മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ കഴിയാതെ അതിന് മുമ്പിൽ തോറ്റമ്പി നിൽക്കുകയാണ്. അതാണ് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുമൂലമുണ്ടാകുന്ന തെരുവ് നായ്ക്കൾ, ഈ കുഞ്ഞു കുട്ടികൾ സ്കൂളിലേക്കും മദ്രസകളിലേക്കും പോകുമ്പോൾ അവർ ഭയാശങ്കയോടെയാണ് പോകുന്നത്. അവരുടെ എപ്പോൾ പട്ടി കടിക്കുമോ ഇല്ലയോ. ഇവ പ്രത്യേകിച്ച് കൂനന്തി ഗ്രൗണ്ടിന് ചുറ്റുമെല്ലാം നിറയുന്ന തെരുവ് നായ്ക്കളാണ്. ഇതൊന്നും കൈകാര്യം ചെയ്യാൻ അവർ കഴിയുന്നില്ല. അപ്പോൾ മാലിന്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ജനങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കുരുന്തയിലുള്ള ഒരു മുനിസിപ്പൽ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് പലവട്ടം പല പണികളും നടത്തി ഇതുവരെ യുവാക്കൾക്ക് കൃത്യമായി ഉപയോഗിക്കാനത് കഴിയുന്നില്ല. ഇപ്പോഴും ഒരു മഴ കഴിഞ്ഞാൽ അതിനകത്ത് മുട്ടറ്റം വെള്ളമാണ്. ആ കുട്ടികൾ കളിക്കാൻ ശ്രമിച്ചാൽ അതിനകത്ത് തെന്നി വീഴുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു, പരിക്ക് പറ്റുന്നു, അങ്ങനത്തെ കുഴപ്പങ്ങൾ. കൂടാതെ വൈകുന്നേരം രാവിലെയും ആളുകൾ അവിടെ നടക്കാൻ വരുന്നുണ്ട്. അവർക്കും സ്വസ്ഥമായി നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് നേരത്തെ പറഞ്ഞ തെരുവ് നായ്ക്കൾ തന്നെയാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായി ജനങ്ങൾക്ക് ആകമാനം ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കേന്ദ്രമായി മാറ്റണം. അതിനകത്ത് LDF ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതൊരു സ്റ്റേഡിയമാക്കി മാറ്റുമെന്നുള്ളതാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മുൻകൈയെടുത്ത് അതിവിടെ നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. പിന്നെ ഇപ്പോൾ ഒരു പകൽ വീട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇവിടെ തുറന്നു. അത് ഇതുവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. കളമശ്ശേരിയിലെ നമ്മുടെ 5-ാം വാർഡിലെ സ്റ്റേഡിയം പോലെയും അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തുള്ള ബസ് സ്റ്റാൻഡ് പോലെയും ഇതൊരു കാഴ്ചവസ്തുവായി മാറിയിരിക്കുകയാണ്. ആ ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങ് പോയിട്ട് അതവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതൊരു നല്ല ഒരു സാംസ്കാരിക കേന്ദ്രമായി വളർത്തി അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗത്തക്ക വിധത്തിലാക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ വെള്ളക്കെട്ടാണ് ഇവിടെ നേരിടുന്ന മറ്റൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചത്. അക്കാര്യത്തിലും ഒരു കൃത്യമായ പദ്ധതി ഉണ്ടാക്കി അതിന് പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തും. ഇപ്പോൾ മാലിന്യത്തിൻ്റെ കേസിൽ വേറൊരു കാര്യം പറയുന്നതിലുള്ളത്, എനിക്ക് തോന്നുന്നൊരു 3 വർഷമോ മറ്റോ മുന്നേ ഉള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ഞാനെടുത്ത് വായിച്ചപ്പോൾ ഒരു 2 വീലറിൽ ദിവസവും 2 ടൺ മാലിന്യം ബ്രഹ്മപുരത്തേക്ക് കയറ്റിയേക്കുന്നു എന്നാണ് കണ്ടത്. വണ്ടിയുടെ നമ്പർ 2 വീലറാണ്. 2 വീലറിൻ്റെ പേരിൽ കള്ളക്കണക്ക് എഴുതി പണം തട്ടിപ്പ് നടത്തുന്ന ഒരു പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. അതിപ്പോൾ എത്ര നടക്കുന്നറിയില്ല. ഞാനിത് 2-3 വർഷത്തെ മുന്നത്തെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളതാണ്. ആ റിപ്പോർട്ട് കോപ്പി എൻ്റെ സിസ്റ്റത്തിൽ കാണും. പിന്നെ ഇപ്പോൾ നടക്കുന്നത് മാലിന്യം അമിത ചാർജ് കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് എടുപ്പിക്കുന്നു. അമിതമായ ചാർജിന് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ലാഭം കിട്ടുന്നത് വേറെ ചില വ്യക്തികൾക്കാണ്. ഒരു മാസം ഏകദേശം 26.5 ലക്ഷം രൂപ ആ വിധത്തിൽ കരാറുകാരൻ വഴി വാങ്ങിയെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, കളമശ്ശേരിയിൽ ഇപ്പോൾ ബയോമൈനിങ് നടക്കുകയാണ്. കളമശ്ശേരി വർഷങ്ങളോളം മാലിന്യം കൂമ്പാരമായി കൂട്ടിയിട്ടിരുന്ന അപ്പോളോ ടയേഴ്സിനപ്പുറത്തുള്ള പ്രദേശം കേരള സർക്കാർ ഇടപെട്ടുകൊണ്ട് മന്ത്രി സഖാവ് MP രാജേഷിൻ്റെ നേതൃത്വത്തിൽ 9 കോടി രൂപയിലേറെ ചെലവഴിച്ച് ബയോമൈനിങ് നടത്തി ആ പ്രദേശം നമ്മൾ വീണ്ടെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് ഗ്രീൻ ട്രൈബ്യൂണൽ 2.5 കോടി 3 കോടി രൂപയോളം ഫൈൻ അടച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ കളമശ്ശേരിയിലെ മാലിന്യത്തിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം കൂടി ചേർന്ന് അത് ഒലിച്ചിറങ്ങി പെരിയാർ മലിനമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവിധത്തിലും യാതൊരുവിധ പദ്ധതികളുമില്ലാതെ, മാലിന്യ സംസ്കരണത്തിന് യാതൊരുവിധ പദ്ധതികളുമില്ലാതെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് വഴിയിൽ മാലിന്യമിടുന്നവരുടെ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് ഫൈൻ അടിച്ചാൽ മാലിന്യങ്ങൾ അപ്രത്യക്ഷമാകുന്നു കരുതിക്കൊണ്ടാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആകമാനം ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി വീടുകൾ, ലക്ഷക്കണക്കിന് വീടുകളാണ് പണിത് കൊടുക്കുന്നത്. എന്നാൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി അതിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നത്. ഈ വാർഡിൽ തന്നെ ഏകദേശം 20-ലേറെ ആളുകൾക്കാണ് ലൈഫ് പദ്ധതി പ്രകാരം വീടിന് അർഹരായിട്ടുള്ള ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരാൾക്ക് പോലും വീട് കൊടുക്കാൻ ഇതുവരെ മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തിട്ടില്ല. മറ്റൊരു വിഷയമാണ്
ഇവിടെ പൊതു ശൗചാലയങ്ങൾ, അത്യാവശ്യത്തിന് പല കാര്യങ്ങൾക്കും വന്നു പോകുന്ന ഒരുപാട് ആളുകളാണ്. ഇപ്പോൾ ഇടപ്പള്ളി ടോൾ ബസ് സ്റ്റോപ്പൊക്കെ നിങ്ങൾക്കറിയാം, അവിടെയെല്ലാം നിറയെ ആളുകൾ വന്നു പോകുന്നുണ്ട്. HMT ആണെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഇവിടെ ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഒരിടത്ത് പോലും ഒരു ശൗചാലയം പണിയുന്നതിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണത്. അതിന് മുനിസിപ്പാലിറ്റി ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങളാണ് ഇവിടെ കളമശ്ശേരിയിൽ ചെയ്തു തീർക്കാനുള്ളത്. അതുകൊണ്ട് കളമശ്ശേരി ഇത്തവണ LDFന് ഭരണം കിട്ടിയാൽ ഇക്കാര്യത്തിലെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പിന്നെ കൂനന്തയുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രദേശത്ത് ബസ് സ്റ്റോപ്പ് ഇല്ലാത്തൊരു ഒരു സ്ഥലം കൂനന്തൈ മാത്രമാണ്. കൂനന്തയിൽ എത്രയും പെട്ടെന്ന് ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കേണ്ടതുണ്ട്. അക്കാര്യവുമായി ഞാൻ മുന്നോട്ട് പോകും. നിരവധി ആരോപണങ്ങളാണ് ഷമീർ അലി ആരോപിച്ചിട്ടുള്ളത്. അതായത് ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതും, ശൗചാലയം ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ട് വീട് ലഭിക്കാത്തവരും, അതുപോലെ തന്നെ മാലിന്യ പ്രശ്നവും, വെള്ളക്കെട്ടും. കൂനന്തയിൽ മുനിസിപ്പൽ സ്റ്റേഡിയം 38-ാം വാർഡ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഷമീർ അലി നമ്മളോട് പങ്കുവച്ചത്.